There are 3 samples X, Y, Z of water having a pH values of 4.5, 5.5 and 6.5 respectively. Calculate how many times X is acidic than Z. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 3 സാമ്പിൾസ് തന്നിട്ടുണ്ട് എക്സ് വൈ ഇസഡ്. എക്സിൻ്റെത് 4.5, വൈ 5.5 ആൻഡ് ഇസഡ് 6.5. ഇതിൽ എത്ര ടൈംസ് ആണ് എക്സ് ആസ് മോർ അസിഡിക് ദാൻ ഇസഡ്? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സ് ഈസ് അസിഡിക് ദാൻ ഇസഡ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഓപ്ഷൻസ് 2, 10, 200, 1000 ആണ് തന്നേക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഏതിൻ്റെയൊക്കെ പി എച്ചിൻ്റെ ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് ആസിഡിക് ദാൻ ഇസഡ്, എസും ഇസഡും. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 4.5, ഇസഡ് എന്ന് പറയുന്നത് എന്താണ് 6.5. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുത്താൽ മതി. നമുക്ക് കിട്ടുന്നത് 2. 6.5 മൈനസ് 4.5 ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന് കറക്റ്റ് വേയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിപ്പം ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പി എച്ച് ഓഫ് എക്സ് ബൈ പി എച്ച് ഓഫ് ഇസഡ്. ഇത് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എക്സ് ഈസ് ആസിഡിക് ദാൻ ഇസഡ്, ഹൗ മെനി ടൈംസ് എക്സ് ഈസ് ആസിഡിക് ദാൻ ഇസഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ അയണിൻ്റെ കോൺസെൻട്രേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എച്ച് പ്ലസ് ഓഫ് എക്സ് ബൈ എച്ച് പ്ലസ് ഓഫ് ഇസഡ്. അപ്പോൾ ഇതിലെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എച്ച് പ്ലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 10⁻⁻⁴.5ഉം 10⁻⁻⁶.5 എന്നുള്ള രീതിയാണ്. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് വരുന്നത്? ആൻസർ 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷനാണ്. ചുമ്മാ ഈ ഒരു സ്റ്റെപ്പിലോട്ട് പോകണമെന്നില്ല. അറിയാമെങ്കിൽ ജസ്റ്റ് ഒരു ഡിഫറൻസ് എടുത്താൽ മാത്രം മതിയാവും.